ബ്രോ എങ്ങനെയുണ്ട് നല്ല സൂപ്പർ വാൾട്ടർ എങ്ങനെയുണ്ട്? വാൾട്ടർ അടിപൊളി കിടിക്കി ഒന്നും പറയാനില്ല വാൾട്ടറിനെ കുറിച്ച്. ലുക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ലുക്കാണ്, നൈസാണ്. പടം തീപ്പൊരി പടം. എങ്ങനെയുണ്ടായിരുന്നു ബ്രോ പടം? ബ്രോ പടം എങ്ങനെ ഉണ്ടായിരുന്നു? അടിയോടടി ഒരു രക്ഷയില്ലാത്ത അടി, അടിപൊളി അടി, തീപ്പൊരി അടി, അടിപൊളി സാധനം. ആ സാധനം അടിപൊളി ഐറ്റം നമുക്ക് വരുന്നത്. ഇതാണ് ക്യാമിയോ അല്ലേ? അടിപൊളി സാധനം, അടിപൊളി. മമ്മൂട്ടി പൊളിച്ചു. മമ്മൂട്ടി വന്നപ്പോഴത്തേക്ക് ആവേശമായി. നൈസോടെ വരുന്നു ആ ക്യാമിയോ റോള്. ഇതാണ് ക്യാമിയോ. അതെ അല്ലേ? നൈസായിരുന്നു. വാൾട്ടർ പൊളിച്ച്. വാൾട്ടറും പിള്ളേരും തൂക്കി. പടം പൊളി. കുഴപ്പമില്ല, അത്യാവശ്യം കണ്ടിരിക്കാം. ഓക്കെയാണ്. എനിക്ക് റെസ്ലിംഗ് പരിപാടീസൊക്കെ അത്യാവശ്യം നൈസായിട്ട് തോന്നി. നമ്മൾ ചെറുപ്പക്കാരുടെ നമ്മൾ ഈ റെസ്ലിംഗ് കാണുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ആ സാധനം നമ്മുടെ ഒരു കൊച്ചി പരിപാടിയായിട്ട് ചെയ്തപ്പോഴത്തേക്കും അത് രസമായിട്ട് തോന്നി. കൊള്ളായിരുന്നു. വാൾട്ടറിന്റെ എൻട്രി കൊള്ളാം, നൈസാണ്. നമുക്ക് കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ഫൈറ്റ്, ആദ്യം പറയുന്നില്ല, ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ അവന്റെ പേരെന്തായിരുന്നു? എനിക്ക് അവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. വില്ലനല്ല, അല്ല വൈശാഖും അല്ല. അയ്യോ ചക്കം പൊളി. അവന് ഒരു രക്ഷയില്ലട്ടോ, അവന് അടിപൊളി. അതായത് പടത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷാൻ ഷൗക്കത്ത് എന്നല്ല എന്റെ പേര് അല്ലെ. ഇഷാൻ ഷൗക്കത്ത് ഒരു രക്ഷയില്ല, ചക്കം പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പൊ അർജുന അശോകനേക്കാളാണെങ്കിലും റോഷനേക്കാളും നന്നായിട്ട് ചെയ്തത് ഇഷാനാണ്. ഇഷാൻ ഗംഭീരമാണ്. എനിക്ക് ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വർക്കായത് ഇഷാന്റെ പരിപാടിയാണ്. നൈസായിരുന്നു സംഭവം. പടം ഓക്കെയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ക്യാമിയോ റോൾ ഇതാണോ? ഇതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്കൊരു ആ എൻട്രി സൂപ്പർ ആയിരുന്നു. വാൾട്ടറിന്റെ എൻട്രിയും എല്ലാം കൊണ്ടും കിട്ടില്ല. അടിപൊളി പടം. പടം എന്താ പറയാ, മറ്റേ ബബ്ബയില് പിള്ളേരെ കണക്കല്ല, ഇത് നല്ല നല്ല പവറാ പിള്ളേരല്ലേ. അതെ കിട്ടില്ല. സെക്കൻഡ് ഹാഫ് കുറച്ച് ഡൗൺ ആയെങ്കിലും മമ്മൂട്ടി വന്നപ്പം പടം വേറെ ലെവലായി. പിന്നെ പറയാണ്ടോ, ഇക്കുണ്ടെ പിന്നെ തൂക്കുമല്ലോ. അത് അടിപൊളിയായിരുന്നു. പടം സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ഡൗൺ ആയായിരുന്നു. മമ്മൂട്ടി വന്നപ്പോ പിന്നെ ഒരു കയറ്റം കയറിയിട്ട് പിന്നെ അങ്ങ് സെറ്റ് ആയിരുന്നു. പടം തീരുന്നവരെ നമ്മള് സീറ്റ് എണീറ്റ് തന്നെ ഇരിക്കുവായിരുന്നു. മൂടായിരുന്നു. പിന്നെ ചത്തപ്പച്ച തൂക്കി. പടം വളരെ നന്നായിട്ടുണ്ട്. നമ്മുടെ ഒരു മലയാള സിനിമയിൽ ആദ്യത്തെ ഒരു ട്രൈ ആണിത്. സാറിന് ഒരു ഹോളിവുഡ് ഫിലിം കാണുന്ന പോലത്തെ ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അർജുന അശോകൻ നന്നായിട്ടുണ്ട്, റോഷൻ മാത്യു നന്നായിട്ടുണ്ട്, വൈശാഖ് നായരാണ് മേളിൽ പോയത്. അത് എക്സലന്റ് ആയിട്ട് പുള്ളി ആ വില്ലനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷകളുണ്ടായിരുന്നത് നമ്മൾ പ്രതീക്ഷയിലും മേളിൽ പോയി പടം. പടം സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ക്യാമിയോ പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് വന്ന് പുള്ളിയുടെ റോള് പുള്ളി ഭംഗിയാക്കും. അത് പിന്നെ ഉറപ്പല്ലേ. അത് കിടക്കി സൂപ്പർ. ഈ വർഷത്തെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ഓക്കെ.